ആന്ധ്രാപ്രദേശിലെ പുതിയതായി രൂപം കൊണ്ട ശ്രീ സത്യസായി ജില്ലയിലാണ് ലേപാക്ഷി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. തെലുങ്ക് സംസ്കാരത്തിൽ അതിനിർണായക പങ്കുവഹിക്കുന്ന ഈ ഗ്രാമം കലാകാരന്മാരുടെ ഗ്രാമമായിട്ടാണ് അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിലെ വിജയനഗര ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി കണക്കാക്കുന്ന ശ്രീ വീരഭദ്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രാമത്തിലാണ്. ഒരു ചെറുകുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു ആമയുടെ രൂപത്തിലുള്ള ഗ്രാനൈറ്റ് ശിലയിൽ രൂപം കൊണ്ട ഈ കുന്ന് അറിയപ്പെടുന്നത് കൂർമ്മശില എന്നാണ്. കൂർമാവതാര സമയത്ത് അവതാരോദ്ദേശം കഴിഞ്ഞ ഭഗവാൻ തൻ്റെ ഭൗതിക ശരീരം ഇവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് കരുതപ്പെടുന്നു. ത്രേതായുഗത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജഡായു ഇവിടെ വെച്ചാണ് രാവണനെ തടഞ്ഞത് എന്നൊരു ഐതിഹ്യമുണ്ട്. ചന്ദ്രഹാസത്താൽ ചിറകുകൾ അരിയപ്പെട്ട ജഡായു ഈ കൂർമ്മശിലയിലേക്ക് മുകളിലേക്കായിരുന്നു അത്രേ പതിച്ചത്. ഇവിടെ എത്തിയ ശ്രീരാമൻ ജഡായുവിനോട് "അല്ലയോ പക്ഷി, എഴുന്നേൽക്കൂ" എന്ന് തെലുങ്കിൽ അർത്ഥം വരുന്ന ലേ പക്ഷി എന്നു പറഞ്ഞുവെന്നും അങ്ങനെയാണ് ഈ ഗ്രാമത്തിന് ലേപാക്ഷി എന്ന പേര് ലഭിച്ചെന്നുമാണ് ഒരു ഐതിഹ്യം. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര ചക്രവർത്തിയായിരുന്ന അച്യുതരായരുടെ ഗവർണറായിരുന്ന വിരൂപണ്ണ നായിക്ക് ശിവ അവതാരമായ വീരഭദ്രസ്വാമികളുടെ അടിയുറച്ച ഭക്തനായിരുന്നു. തൻ്റെ മൂകനായ മകൻ സംസാരിക്കണമെന്ന് അയാൾ എന്നും വീരഭദ്രസ്വാമിയോട് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അങ്ങനെ ഒരു ദിവസം ഒരു അത്ഭുതം എന്നതുപോലെ വിരൂപണ്ണ നായിക്കിൻ്റെ മകൻ സംസാരിക്കാൻ ആരംഭിച്ചു. അന്നേ ദിവസം തന്നെ അദ്ദേഹത്തിന് വീരഭദ്രസ്വാമിയുടെ അതിമനോഹരമായ ഒരു വിഗ്രഹം ലഭിക്കുകയും ചെയ്തു അത്രേ. നന്ദി സൂചകമായി വീരഭദ്രസ്വാമിയുടെ ഒരു ക്ഷേത്രം പണിയുവാൻ നായിക്ക് ഏറെ ആഗ്രഹിച്ചു. എന്നാൽ ചക്രവർത്തി ദൂരെ ഒരു യുദ്ധമുഖത്തായിരുന്നതിനാൽ ഇക്കാര്യം ചക്രവർത്തിയോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഗവർണറായതിനാലും ഖജനാവിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നതിനാലും അദ്ദേഹം ചക്രവർത്തിയുടെ അനുമതി തേടാതെ ഖജനാവിൽ നിന്നും പണമെടുത്ത് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. തൻ്റെ പ്രവൃത്തി ചക്രവർത്തിക്കേറെ ഇഷ്ടപ്പെടുമെന്നായിരുന്നു വിരൂപണ്ണ നായിക്ക് കരുതിയിരുന്നത്. തൻ്റെ പ്രിയമൂർത്തിക്കായി സമർപ്പിക്കാനുള്ള ക്ഷേത്രം മഹത്തരമായിരിക്കണം എന്ന നിർബന്ധമുള്ള വിരൂപണ്ണ നായിക്ക് അതിനായി ധാരാളം പണം ചെലവഴിക്കാൻ മടി കാണിച്ചില്ല. ക്ഷേത്രത്തിൽ കലകൾ അരങ്ങേറാനുള്ള കല്യാണ മണ്ഡപത്തിൻ്റെ പണിയൊഴിച്ച് മറ്റുള്ളവയെല്ലാം പൂർത്തിയായപ്പോഴാണ് യുദ്ധമുഖത്തു നിന്നും രാജാവ് തിരിച്ചെത്തുന്നത്. തൻ്റെ അനുമതിയില്ലാതെ ഖജനാവിലെ പണം ചെലവഴിച്ചത് രാജാവിന് ഇഷ്ടമായില്ല. നായിക്കിനെ ഉടനടി തൻ്റെ മുൻപിൽ ഹാജരാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. വിവരങ്ങളറിഞ്ഞ് ദുഃഖിതനായ വിരൂപണ്ണ നായിക്ക് പണി ഇനിയും പൂർത്തിയാക്കാത്ത കല്യാണ മണ്ഡപത്തിനകത്ത് കയറി തൻ്റെ 2 കണ്ണുകളും പിഴുതെറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്തു. ഇന്നും ആ മണ്ഡപത്തിൻ്റെ പണിതീരാത്ത ചുമരുകളിൽ കാണുന്ന 2 കറുത്ത ദീർഘവൃത്താകൃതിയിലുള്ള പാടുകൾ വിരൂപണ്ണ നായിക്കിൻ്റെ കണ്ണുകളുടേതാണ് എന്നാണ് വിശ്വാസം. കണ്ണില്ലാത്തവൻ എന്നർത്ഥം വരുന്ന തെലുങ്ക് വാക്കായ ലേപ അക്ഷി എന്നതിൽ നിന്നാണ് ലേപാക്ഷി എന്ന പേര് വന്നത് എന്നത് മറ്റൊരു ഐതിഹ്യം. വിജയനഗര വാസ്തുശില്പകലയുടെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം. രംഗമണ്ഡപങ്ങളും അന്തരാളം, ഗർഭഗൃഹം എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മഹാദേവൻ്റെ 14 അവതാരങ്ങളുടെ ചിത്രങ്ങളാണ് രംഗമണ്ഡപത്തിൻ്റെ മേൽക്കൂരയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഒപ്പം ഗംഗാദേവിയുടെയും യമുനാദേവിയുടെയും രൂപങ്ങളും കാണാം. കൂറ്റൻ നാഗലിംഗ പ്രതിമ, നന്ദികേശൻ്റെ ഒറ്റശിലയിൽ തീർത്ത വിഗ്രഹം എന്നിവയും ഇവിടെ മുഖ്യ ആകർഷങ്ങളാണ്. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളത്. അതിനിടയിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ നട അടച്ചിരിക്കും. അതിമനോഹരങ്ങളായ സംഗീത നൃത്ത പരിപാടികളോടെയുള്ള 10 ദിവസത്തെ ബ്രഹ്മോത്സവം എല്ലാ വർഷവും ഫെബ്രുവരിയിൽ നടക്കും. മതിൽക്കെട്ടിനകത്ത് പാദരക്ഷകൾ ഉപയോഗിക്കരുത് എന്ന് തുടങ്ങി പൊതുവായ എല്ലാ ക്ഷേത്രാചാരങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നു. അതിനുപരിയായി കാൽമുട്ടിനു താഴെ പുറത്തു കാണത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണം ക്ഷേത്ര സമുച്ചയത്തിന് പാടില്ല എന്നൊരു നിബന്ധന കൂടിയുണ്ട്. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും 155 കിലോമീറ്റർ ദൂരെയാണ് ലേപാക്ഷി. റോഡ് മാർഗം ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. തിരുപ്പതി ദർശനത്തിൻ്റെ ഭാഗമായും ഇവിടം സന്ദർശിക്കാവുന്നതാണ്. തിരുപ്പതിയിൽ നിന്നും 234 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. സർക്കാർ ബസ് സർവീസുകൾ ധാരാളമായി ഈ റൂട്ടിലുണ്ട്. റെയിൽ മാർഗം വരുന്നവർക്ക് അനന്തപൂർ സ്റ്റേഷനിൽ ഇറങ്ങി റോഡ് മാർഗം ഇവിടെ എത്താം. അതുകൂടാതെ ബാംഗ്ലൂർ, ഹൈദരാബാദ് നഗരങ്ങളിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്താം. ക്ഷേത്രത്തിനടുത്ത് അധികം താമസ സൗകര്യങ്ങളില്ല. എന്നാൽ അനന്തപൂരിൽ എല്ലാ ബജറ്റിലും പെട്ട നിരവധി ഹോട്ടലുകൾ താമസത്തിന് ലഭ്യമാണ്.